ഹായ് ഹലോ എല്ലാവർക്കും പൊന്നേരി സ്വൈപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി കുറച്ച് എൻ്റെ വിശേഷങ്ങളാവാം. ഇതെൻ്റെ ഹസ്ബൻഡ് കണ്ണേട്ടൻ. യഥാർത്ഥ പേര് വിനീഷ് എന്നാണ്, വിനീഷ് കുമാർ. ഇത് ഞങ്ങൾ വാഗമൺ പോയ സമയത്ത് എടുത്ത വീഡിയോ ആണ്. ഈ വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഒരുവിധം മൂന്നാറൊക്കെ പോയിട്ടുള്ളവർക്ക് നമ്മൾ ആ പോകുന്ന വഴിക്ക് കാണുന്ന വെള്ളച്ചാട്ടമാണിത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വാഗമൺ പോയി. വാഗമൺ നല്ല തേയിലത്തോട്ടങ്ങളും പുൽമേടുകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വണ്ടിയിൽ പോയി. വാഗമണ്ണൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ട് അത്ര പോരായിരുന്നു. ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ട് ഞങ്ങൾക്ക് പണി കിട്ടി. നമ്മൾ ഗൂഗിൾ ചെയ്ത് എടുത്തായിരുന്നു റിസോർട്ട്. പക്ഷേ റിസോർട്ടിൽ നമ്മൾ വിചാരിച്ചത്ര ഫെസിലിറ്റീസൊന്നും ഇല്ലായിരുന്നു. ഫെസിലിറ്റീസിൻ്റെ മാത്രമല്ല, അവിടെ ഒരുപാട് അടിവാരത്തായിരുന്നു നമ്മുടെ റിസോർട്ടെന്ന് പറയുന്നത്. അത് കാരണം നമുക്കവിടെ വലിയ വ്യൂവും കാര്യങ്ങളൊന്നുമില്ല. റിസോർട്ടിൽ നിന്നുകൊണ്ട് കാണുന്ന വ്യൂസാണിത്. ഈ കാടുകളാണ് നമ്മളവിടെ നിന്നാൽ കാണാൻ പറ്റുന്ന ഈ വനമേഖലകൾ, വനപ്രദേശം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. ഫുള്ള് വലിയ വലിയ കാടുകൾ പോലത്തേത്, അതും വളരെ കുഞ്ഞൊരു വഴിയും. പിന്നെ അവിടുന്ന് ചായയും കുടിച്ച് കണ്ണേട്ടൻ്റെ 2 ചളിയും ഒക്കെ കേട്ടിട്ട് വേഗം അവിടുന്ന് സ്ഥലം വിട്ടു എന്ന് വേണം പറയാൻ. ഞങ്ങളവിടുന്ന് ഓടി രക്ഷപ്പെടായിരുന്നു. റൂമിലൊക്കെയാണ് ഒരു സ്മെല്ല്, ഒരു സൈസ് ഒരു കറുത്തൊരു പൂച്ചയുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അത് കഴിഞ്ഞ് 2-3 ഫോട്ടോഷൂട്ടിനും സൈഡിലൊക്കെ വണ്ടി നിർത്തി എടുത്ത് അത് കഴിഞ്ഞ് നേരെ ആതിരപ്പള്ളിയെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആതിരപ്പള്ളിയാണ്. ആതിരപ്പള്ളിയിലെ വ്യൂസും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ നടക്കുന്ന ഈ വഴിയുണ്ടല്ലോ, ഈ വഴിയാണെങ്കിൽ കല്ല് കാരണം നമുക്ക് നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. നടക്കാൻ പറ്റത്തില്ല. ഞാനാണെങ്കിൽ ഒരു ഹീൽസ് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ. ഷൂ ഇട്ടിട്ടുള്ളവരൊക്കെ കൂളായിട്ട് പോകുന്നുണ്ട്. ആ വലിയ വലിയ കല്ലിൻ്റെ ഇടയിൽ കൂടി ഞാൻ വിചാരിച്ചു ശബരിമലയിൽ പോകാൻ പോലും ഇത്രയും പാടില്ലല്ലോ എന്ന്. അതുപോലെ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്കും കുഴഞ്ഞ്. പിന്നെ വെള്ളച്ചാട്ടം കാണാനുള്ള എൻ്റെ മൂടൊക്കെ പോയായിരുന്നു. എന്തായാലും കുറേ നേരം അവിടെ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ കണ്ടു, ആസ്വദിച്ചു. അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. ഞങ്ങൾ പോയ സമയത്ത് അവിടെ വെള്ളം കുറവായിരുന്നു. അതായത് മഴയൊക്കെ കുറഞ്ഞ് വെള്ളമൊക്കെ നല്ല കുറഞ്ഞ് നിൽക്കുന്ന സമയം. അതുകൊണ്ടാണ് ചെറിയ ഫ്ലോയേ ഉള്ളായിരുന്നു. എങ്കിലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ചെറിയ ഫ്ലോ അല്ല, എന്നാലും അത്യാവശ്യം നല്ല ഫ്ലോ ഉണ്ടെങ്കിലും പൊതുവെ ഇത്തിരി വെള്ളം കുറവായിരുന്നു. അല്ലെങ്കിൽ ഇതിലും കുറച്ചുകൂടി ഭംഗിയിൽ നമുക്ക് ആസ്വദിക്കാമായിരുന്നു. അത്ര അങ്ങോട്ട് ഭംഗി പോരായിരുന്നു. എനിക്ക് തോന്നിയതാണ്. നിങ്ങൾക്ക് അങ്ങനെയാണോന്ന് അറിയത്തില്ല. എനിക്ക് തോന്നി കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരുന്നേനെ എന്ന് തോന്നി. പക്ഷെ അവിടെയൊക്കെ കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് മുമ്പ് അവിടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുതലായ കാരണം അവർ കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളാരും അടുത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടേ. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇതാണ്. ഇവിടെയാണ് ഏറ്റവും അധികം ഭംഗി ഉണ്ടായിരുന്നത്. ആതിരപ്പള്ളിയുടെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഈ പാറയുടെ അടുത്ത് വന്നാൽ മതി. ശരിക്കും വനങ്ങളും, എനിക്ക് തോന്നി വനത്തിലൊക്കെ ഇഷ്ടംപോലെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ കാണുമായിരിക്കും ഇല്ലേ. വേഴാമ്പൽ, പരുന്ത്, അങ്ങനത്തെ വലിയ വലിയ പക്ഷികളായിരിക്കും കൂടുതലും അവിടെ. എന്ന് വെച്ചാൽ വലിയ വൃക്ഷങ്ങളല്ലേ അവിടെ നിൽക്കുന്ന മൊത്തം. അപ്പോൾ വലിയ വലിയ പക്ഷികളുടെ വാസസ്ഥലമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് സിനിമയിൽ ഈ സ്ഥലം ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് സിനിമകളിൽ. അതുപോലെ ഒരുപാട് പേര് വന്ന് റീൽസൊക്കെ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നൊന്നും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊരു ചിന്തയും മനസ്സിലില്ലാതെ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഞാനും റീൽസൊന്നും എടുക്കാനൊന്നും നിന്നില്ല അന്ന്. ഇല്ലെങ്കിൽ ഞാനും എൻ്റെ കുറച്ചും കൂടി നല്ലതുപോലെ വീഡിയോ എടുത്ത് എല്ലാവർക്കും ഷെയർ ചെയ്യാമായിരുന്നു. അതിപ്പോൾ കുറച്ച് നാളായ വീഡിയോ ആണ്, എന്നാലും ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ അവിടെ 2 കുരങ്ങന്മാർ, 2 കുരങ്ങനല്ല, ഒരു കുരങ്ങൻ എൻ്റെതാണ്, ഒന്ന് അവിടുത്തെ കുരങ്ങനാണ്. കുരങ്ങന് ഐസ്ക്രീം ആയിരുന്നു ഇഷ്ടം. ഞാൻ സത്യത്തിൽ കുരങ്ങന് കൊടുക്കാൻ മേടിച്ച ഐസ്ക്രീം കണ്ണേട്ടമായിട്ട് അങ്ങ് കഴിക്കുകയാണ്. എന്നിട്ട് അതിന് ഇച്ചിരി പിച്ചി കൊടുത്ത് അതിനെ കൊതിപ്പിക്കുന്ന സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണേട്ടം കൊടുക്കുന്നുണ്ടപ്പോൾ കുറേ പിള്ളേർ വന്നിട്ട് പിള്ളേർക്കും ലെയ്സൊക്കെ കൊടുക്കണമെന്നും പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേരെ കയ്യിൽ നിന്ന് ലെയ്സ് വാങ്ങിച്ച് കഴിച്ചിട്ട് അതങ്ങ് കളയുക. അതിന് മധുരമാണ് കൂടുതൽ ഇഷ്ടം. മധുരം കഴിക്കാൻ നിൽക്കുമായിരുന്നു അത്. കണ്ണേട്ടനോട്ട് അതിന് കൊടുക്കുന്നുമില്ല. സൈഡിൽ നിന്ന് കുറേശ്ശെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സൈയിട്ട് കുരങ്ങൻ ഐസ്ക്രീം കണ്ണേട്ടൻ്റെ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകുമായിരുന്നു അവസാനം. അതെനിക്ക് വീഡിയോ ആക്കാൻ പറ്റിയില്ല. ഞാനും നോക്കിക്കൊണ്ട് നിന്നെയാണ്. പക്ഷേ എൻ്റെ കണ്ണൊന്ന് തെറ്റിയ സമയത്ത് അത് പെട്ടെന്ന് കയ്യിൽ നിന്ന് റാഞ്ചിക്കൊണ്ട് പോവുകയായിരുന്നു. അത്ര സ്പീഡിൽ പെട്ടെന്ന് മരത്തിൽ എങ്ങോട്ടാണ് പോയെന്ന് പോലും നമുക്ക് കാണാൻ പറ്റാത്ത അത്ര സ്പീഡിൽ അത് പൊക്കളഞ്ഞ്. പിന്നെ ഇവിടുന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ 2 പേരും പോസ്റ്റ് ചെയ്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ തുമ്പൂർ മൊഴി ഡാം ആൻഡ് ബ്രിഡ്ജ് കാണാൻ പോയി. പക്ഷെ അതിൻ്റെ വീഡിയോ ആയിട്ട് എൻ്റെ കയ്യിലില്ല.
പിന്നെ അവിടെയും കുറേ നല്ല സ്ഥലമായിരുന്നു കാണാനായിട്ട്. ആ പാലത്തിൻ്റെ അപ്പുറം എറണാകുളം തൃശ്ശൂർ ബോർഡറാണ്. പിന്നെ അവിടെ ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ടായിരുന്നു, ഗൺ ഷൂട്ട് ഉണ്ടായിരുന്നു, കണ്ണടന ഓറഞ്ച് ബലൂണൊക്കെ പൊട്ടിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് എല്ലാ ബലൂണും പൊട്ടിച്ചായിരുന്നു. അവരെത്രയോ 5 ഗൺ ഷൂട്ടിൻ്റെ 5 എന്തോന്നാണ് പറയുന്നത്, ഉണ്ടയോ അത് കൊടുത്തായിരുന്നു. അത് 5ഉം പൊട്ടിച്ച് ബലൂൺ തന്നെയാണ് പൊട്ടിയത്. അപ്പോൾ മനസ്സിലായി ഷൂട്ടിങ് അറിയാവുന്ന ആളാണ്. ഞാനും ട്രൈ ചെയ്തായിരുന്നു, ബലൂണൊന്നും പൊട്ടിയില്ലെന്നേ ഉള്ളു. പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്തതിനെ പറ്റി പറയാതിരിക്കാനേ എനിക്ക് വയ്യ. എന്നുവെച്ചാൽ ഞങ്ങൾ സ്റ്റേ ചെയ്തത് റൈവർ റിസോർട്ടിലായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. അവിടുത്തെ ബാൽക്കണിയാണ് ഞങ്ങളുടെ റൂമിൻ്റെ ബാൽക്കണി ആയിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. ആ വ്യൂ കണ്ടുകൊണ്ടിരുന്ന് ചായ കുടിച്ചാൽ തന്നെ സമയം പോകുന്ന അറിയത്തില്ല, അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയായിരുന്നു അവിടെ ഇങ്ങനെ വെള്ളം പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും നമുക്കുണ്ടായിരിക്കണം. ടാറ്റാ, ബൈ ബൈ.